ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ആമിക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണേ. അപ്പോൾ ആമിക്കുഞ്ഞ് രാവിലെ തന്നെ എല്ലാം റെഡിയായി സെറ്റായി നിൽപ്പുണ്ട് കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ ഒരു 6 മണിയായപ്പോൾ ആൾ ചാടി എഴുന്നേറ്റ് കേട്ടോ, എൻ്റെ ടു യു എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആമിക്കുഞ്ഞിന് 3 വയസ്സ് തികയോ കേട്ടോ. നവംബർ 9-ാം തീയതി എടുത്ത വീഡിയോ ആണേ. അമ്പലത്തിൽ പോകാനാണ് കേട്ടോ ഇതെല്ലാം ഒരുങ്ങി നിൽക്കുന്നത്. അവിടെ ചിറ്റമ്മ, അതായത് എൻ്റെ അനിയത്തി വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് കേട്ടോ, അത് ഇട്ടുകൊണ്ടേ വരുത്തുള്ളൂ എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു മോനെ പട്ടുപാവാട ഇടുന്നു പറഞ്ഞിട്ട് ആൾക്കത് വേണ്ട, ഇത് മതിയെന്നും പറഞ്ഞിട്ട് ഇതെല്ലാം ഇട്ടൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. ഇത് ഞാൻ അവളുടെ അടുത്തോട്ട് ഫോൺ കൊണ്ടുപോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ, അവളുടെ വീഡിയോ ഒന്നും എടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതിനാണ് അവിടെ ഒരു ചെറിയൊരു ബഹളം വെച്ചതേ. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഫുഡിനുള്ള പാത്രം കൂടെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. എല്ലാ വർഷവും സാധാരണ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അമ്മയാണ് നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തരാറ്. ഇപ്രാവശ്യം അമ്മയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പം നേരത്തെ തന്നെ അമ്മ പറഞ്ഞ് പുറത്തുനിന്ന് എവിടെയെങ്കിലും മേടിക്കും മോളെ എന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആട്ടോ മേടിച്ചത്. അതിനുള്ള പാത്രമൊക്കെ ആയിട്ട് നേരെ അമ്പലത്തിൽ വന്ന്, ഈ അമ്പലത്തിലാണ് സാധാരണ എന്തൊരു നല്ല കാര്യം വരുമ്പോഴത്തേക്കിനും ഞങ്ങൾ വല്യളങ്ങര അമ്പലത്തിൽ വന്ന് ദേവി ഒന്ന് തൊഴും. കൂടാതെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു കുടുംബാമ്പലം കൂടെ ഉണ്ട് കേട്ടോ, പിന്നെ ഗുരുമന്ദിരം. ഇവിടെ എല്ലാം പോയി നിന്ന് തൊഴും കേട്ടോ. ഈ 3 അമ്പലങ്ങളിലാണ് സ്ഥിരം വരാറുള്ളത്. അങ്ങനെ കാറിനകത്ത് ആ ഇടുപ്പ് കൊണ്ടുള്ള ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഞാനൊന്ന് പറഞ്ഞു പൊന്നാരി ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ കളിച്ചതാട്ടോ, അതിനകത്ത് പാട്ട് കേട്ടോണ്ട്. അങ്ങനെ അമ്പലത്തിൽ വന്ന് ഞാൻ നേരെ കുറുകെ കിടന്നത് നമ്മുടെ അവിടെ അശ്വതി നാളിൽ തേര് വലിക്കുക, ആ തേരിൻ്റെ തടിക്കഷ്ണമായിട്ടോ അവിടെ കിടന്നത്. ആദ്യം അമ്പാടിമോൻ അതിന് ക്രോസ് ചെയ്യാൻ മറികടക്കാനായിട്ട് നോക്കി. അപ്പോഴത്തേക്കിനും അവക്കും അത് മറികടക്കണം. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു എന്നാൽ നല്ല വഴി കൂടെ കാണിച്ചു കൊടുക്കുന്ന രേഷൻ്റെ അവിടെ പറഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പുറത്തൂടെ തന്നെ പോയി കേട്ടോ. പിന്നെ അമ്പലത്തിൽ ചെന്നാൽ ആകെ നിർബന്ധം കുളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഞാൻ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട് രേഷട്ട പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ അവളെ പൊക്കി ഒന്ന് കാല് നനച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരു സമാധാനം. അല്ലാതെ അവളെ പിടിച്ച് ചുമ്മാതൊന്നും ആക്കിയിട്ടൊന്നും ഞങ്ങൾക്കത് പറ്റത്തില്ല. ഞങ്ങൾക്ക് മൊത്തത്തിൽ കാല് നനയണം. പിന്നെ രേഷട്ടിന് അത് പൊക്കി എടുത്തൊന്ന് കാല് നനച്ചപ്പോഴാണ് ആൾക്ക് റെഡിയായത്. പിന്നെ തൊഴാനൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. എവിടെ ഒരു തിരി കത്തിച്ചിട്ടുണ്ടോ ആ തിരി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് അവിടെ നിന്ന് തൊഴുതട്ടേ വരുത്തുള്ളൂ കേട്ടോ. പിന്നെ കർപ്പൂരം കൂടെ കത്തിച്ചാൽ പിന്നെ പറയാൻ വേണ്ട, അതേലും കൂടെ തൊട്ട് തൊഴുത് നിറകയിലും വെച്ച് നെറ്റിക്കും ഒക്കെ വെച്ചിട്ടേ വരുത്തുള്ളൂ കേട്ടോ. പിന്നെ ആമിക്കുഞ്ഞുമായിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തൊഴുതിറങ്ങേണ്ട നമ്മൾ എങ്ങും തൊടാതെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം എടുക്കും കേട്ടോ. കാരണം പുള്ളി നമ്മുടെ കൈ വരുത്തില്ല, പുള്ളിക്ക് പുള്ളിയുടേതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ പാലിച്ചിട്ടേ പുള്ളി വരുത്തുള്ളൂ കേട്ടോ. പിന്നെ അതെല്ലാം തൊഴുതിറങ്ങി നേരെ പാത്രവും കൊണ്ട് കൊടുത്തിട്ടാണ്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതിൻ്റെ എല്ലാം കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. അത് രാജേട്ടൻ തന്നെ ആയിരുന്നു അതെല്ലാം ചെയ്തത്. ഞാൻ ആ സമയത്ത് ചെറിയൊരു നമ്മുടെ ലൈവിലോട്ട് പോയി കേട്ടോ. പിന്നെ കൃഷ്ണ ചേച്ചി വന്ന് നമ്മുടെ ആമിക്കുഞ്ഞിനെ സുന്ദരക്കുട്ടപ്പിയാക്കിയ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളെ കൃഷ്ണക്കൊച്ചി കേട്ടോ. പിന്നെ തൊട്ടടുത്ത് നിന്നാ കേട്ടോ അനിയത്തിക്ക് ഇങ്ങനെ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ നേരെ കേക്ക് കട്ടിങ്ങിലോട്ട് വന്ന് ഡെക്കറേഷനൊക്കെ കുഞ്ഞൊരു ഡെക്കറേഷൻ, അവളുടെ ഒരു സന്തോഷത്തിന്, മക്കളുടെ സന്തോഷമാണല്ലോ വലുത്. അപ്പോൾ അവളുടെ സന്തോഷം ഏറ്റവും കൂടുതൽ ബലൂൺ കാണുന്നതാണ് കേട്ടോ. അങ്ങനെ ബലൂൺ എല്ലാം വീർപ്പിച്ച് കിട്ടി. ആ സൈഡിലത്തെ ആ തോരണം ഉണ്ടായിരുന്നു, പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ബോർഡും ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടായിരുന്നു ഒരു കൊച്ചു ഡെക്കറേഷൻ നടത്തിയിരുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ കുട്ടിപ്പട്ടാനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആദ്യം പുള്ളിക്ക് തന്നെ കേക്ക് മുറിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു ചെറിയ കരച്ചിലൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ബാക്കി പുള്ളിക്ക് ഒന്ന് മുറിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ചെന്ന് കേക്ക് കൊടുത്തപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് ആളെല്ലാവരുടെയും വാ തുറന്ന് കൊടുത്ത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരു പീസും തിരിച്ച് ആൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആമിക്കുഞ്ഞിൻ്റെ ഒരു ഗ്യാങ് കേട്ടോ. അത് അമ്പാടിമോൻ്റെ ഫ്രണ്ടും ആമിക്കുഞ്ഞിൻ്റെ ഫ്രണ്ടും അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ് കേട്ടോ അവർ. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ രേഷേട്ടനും പോയി കേക്കൊക്കെ വെച്ച് കൊടുത്തത്. പപ്പായും വെച്ച് കൊടുത്ത്, അമ്മ വെച്ച് കൊടുത്ത്, രേഷ്മ മനീഷന അങ്ങനെ എല്ലാവരും വെച്ച് കൊടുത്ത്. പിന്നെ അവസാനം ഞാൻ പിന്നെ എല്ലാവർക്കും അത് വീതിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ രേഷേട്ടൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഇതിങ്ങനെ തന്നെ മുറിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നത്തേക്ക് ശരിയാവത്തില്ല. ഇതുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ ശരിയാവത്തില്ല. അങ്ങനെ പിന്നെ എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മയുടെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. അപ്പോൾ പിന്നെ കപ്പയും മീൻകറി അമ്മ ഉണ്ടാക്കി കേട്ടോ. അമ്മയ്ക്ക് വയ്യായിരുന്നു, പെടലിക്ക് തേയ്മാനം ഉള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം തീരെ വയ്യ കേട്ടോ. അപ്പോൾ വലിയ എന്ന് വെച്ചാൽ ഇത്രയും പേർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും അമ്മ ഒരു പരുവാകും. അപ്പോഴത്തേക്കിനും പിന്നെ അമ്മ പറഞ്ഞ് പുറത്തുനിന്ന്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. പിന്നെ ആദ്യം തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കൊടുത്തു കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഓട്ടോച്ചനും പത്മിപ്പിക്കുമാണ് ആദ്യം ഫുഡ് കൊടുത്തത്. അവരാണ് മുതിർന്നവരും പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളം, അവർക്കാണ് ഫുഡ് കൊടുത്തത്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ആദ്യം കപ്പയും മീൻകറി, പിന്നെ പിള്ളേർ സെക്ഷനൊന്നും അത് വേണ്ടാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് അവർക്ക് വന്നിടത്തേക്കും നമ്മൾ ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ വീട്ടിൽ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ ഹാപ്പി, നമ്മൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിരുന്നു. ആവിക്കുഞ്ഞാണെങ്കിൽ ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവരുടെ കൂടെ കയറി ഇരുന്നായിരുന്നു, പക്ഷേ ഇടയ്ക്ക് അങ്ങ് ഇരുന്നേറ്റ് പോയി കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നേ. ഇത് കുറച്ച് പിക്കുകളാട്ടോ, അന്ന് വിധുക്കുട്ടനുമായിട്ടുള്ള പിക്കുകളാണ്, ബർത്ത്ഡേ പിക്കാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.